പേരിന് മാത്രം HR ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ തന്നെ ചോദിച്ചു വാങ്ങേണ്ടി വരും. ഒരു HR ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് കേവലം ഒരു എംപ്ലോയിയെ ഹയർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ല, ഒരു എംപ്ലോയിയുടെ ആവശ്യങ്ങളും ആനുകൂല്യങ്ങളും നേടിക്കൊടുക്കാൻ വേണ്ടി കൂടെ ഉള്ളതാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ്, ഓയിൽ ആൻഡ് ഗ്യാസ്, അക്കൗണ്ടിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സ്കിൽ ഓറിയന്റഡ് കോഴ്സുകൾ പഠിച്ച് നമ്മളുടെ നിരവധി സ്റ്റുഡൻസ് ആണ് ദിനം പ്രതി ഇന്ത്യക്കകത്തും പുറത്തും ജോലിയിൽ പ്രവേശിക്കുന്നത്. എന്നാൽ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ ചൂഷണം ചെയ്യപ്പെട്ടേക്കാം. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഗവൺമെന്റ് ലേബർ കോഡ് പാസാക്കി. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള സമഗ്രമായ തൊഴിൽ പരിഷ്കരണം എന്നാണ് ഇതിനെപ്പറ്റി പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. വേതന കോഡ്, തൊഴിലിട സുരക്ഷാ കോഡ്, വ്യവസായ ബന്ധ കോഡ്, സാമൂഹ്യ സുരക്ഷാ കോഡ് എന്നീ 4 ലേബർ കോഡുകളാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാവർക്കും നിയമനക്കത്ത് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ നിർബന്ധമായും കൊടുത്തിരിക്കണം എന്നുള്ളത്. അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ എന്താണ് നിങ്ങളുടെ തസ്തിക അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ, നിങ്ങൾ തൊഴിലിടത്തിൽ ചെയ്യാൻ പോകുന്ന ജോലികൾ എന്തൊക്കെ, അതുപോലെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സാലറി എത്ര എന്നിവ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ ചില കമ്പനികൾ പ്രൊബേഷൻ പീരീഡിൽ ഒരു നിശ്ചിത സാലറിയും പ്രൊബേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങൾ പറഞ്ഞിരുന്ന സാലറിയും തരാമെന്ന് പറയാറുണ്ട്. അക്കാര്യവും വെറുതെ വാക്കാൽ പറയാതെ കൃത്യമായി ഓഫർ ലെറ്ററിലോ അപ്പോയിന്റ്മെന്റ് ലെറ്ററിലോ പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ മറ്റൊന്ന്, ജോലിക്കായി തൊഴിലിടത്തിലേക്കുള്ള യാത്രയിലോ ജോലിക്ക് ശേഷം മടങ്ങുന്നത് വഴിയോ തൊഴിലിടത്തിൽ വെച്ചോ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിന്റെ നഷ്ടപരിഹാരം കമ്പനി നൽകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. തൊഴിൽ മേഖലയും സ്കില്ലും പരിഗണിച്ചാണ് ഓരോ മേഖലയിലും ഇനി മുതൽ അടിസ്ഥാന സാലറി അല്ലെങ്കിൽ ശമ്പളം സർക്കാർ നിശ്ചയിക്കാൻ പോകുന്നത്. ദിവസം നിങ്ങൾ 8 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ 6 ദിവസം ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട്. 48 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ ആഴ്ചയിൽ ജോലി ചെയ്യേണ്ടതായിട്ടില്ല. ഓവർ ടൈം ചെയ്യുകയാണെങ്കിൽ മണിക്കൂറിന് ഡബിൾ പേയ്മെന്റ് വെച്ച് നൽകേണ്ടതായിട്ടുണ്ട്. നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകൾക്ക് അവരുടെ സമ്മതത്തോടു കൂടി നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അവരുടെ സുരക്ഷയും യാത്രാ സൗകര്യവും കമ്പനി ഉറപ്പ് നൽകേണ്ടതായിട്ടുണ്ട്. എല്ലാ മാസവും 7-ാം തീയതിക്കുള്ളിൽ സാലറി കൊടുത്തിരിക്കണം. CTCയുടെ 50% ബേസിക് പേ ആയിരിക്കണം എന്നാണ്. നിലവിൽ അങ്ങനെ അല്ലെങ്കിൽ അത് റീസ്ട്രക്ചർ ചെയ്യണം. 40 വയസ്സ് പൂർത്തിയാക്കിയ എല്ലാ എംപ്ലോയീസിനും കമ്പനി വാർഷിക ആരോഗ്യ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നതിന് ഇനി മുതൽ 5 വർഷം ജോലി ചെയ്യേണ്ടതായിട്ടില്ല. 1 വർഷം കഴിഞ്ഞാൽ തന്നെ ഗ്രാറ്റുവിറ്റി ലഭിക്കാൻ അവർ അർഹരാണ്. ഒരു HR ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് കേവലം ഒരു എംപ്ലോയിയെ ഹയർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ല, ഒരു എംപ്ലോയിയുടെ ആവശ്യങ്ങളും ആനുകൂല്യങ്ങളും നേടിക്കൊടുക്കാൻ വേണ്ടി കൂടെ ഉള്ളതാണ്. പേരിന് മാത്രം HR ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ തന്നെ ചോദിച്ചു വാങ്ങേണ്ടി വരും. Audi Group of Institutions, the most trusted quality training provider.